ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്കിന്ന് വർക്കിന് വേണ്ടി വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. മറ്റേ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിയുടെ വെള്ളം ഉള്ളിലോട്ട് വരുന്നു എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. ഇത് ഇത്തരത്തിലുള്ള വാഗണറുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ്. ഇതിനുള്ളൊരു കാരണം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വെള്ളം പുറത്തോട്ട് ചാടാനുള്ള ഒരു ഡ്രെയിനേജ് പൈപ്പ് ഉണ്ട്. പഴയ വണ്ടികളിൽ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പായിട്ടുള്ളൊരു, നമ്മുടെ പഴയ ആൾട്ടോ, മാരുതി ആൾട്ടോ 800 അങ്ങനത്തെ വണ്ടിക്കൊക്കെ ഒരു എൽ ഷേപ്പ് ഡ്രെയിനേജ് ഹോസാണ് വന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ വരുന്നത് ഒരു കട്ട് ആയിട്ടുള്ളൊരു തരത്തിലുള്ള പൈപ്പാണ്. ഞാൻ തോന്നുന്നു ഊരിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പൈപ്പാണ് നമുക്കിപ്പോൾ വണ്ടികളിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പൈപ്പ് വരുന്ന വണ്ടികളിലെല്ലാം ഒരുവിധം ഈ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ വെള്ളം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒലിച്ചിട്ട് വീണ്ടും നമ്മുടെ ഉള്ളിലത്തെ എസിയുടെ യൂണിറ്റ് വരുന്ന പൈപ്പിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് ബോഡിയിൽ, വണ്ടിയുടെ ബോഡിയിൽ. അതിലേക്ക് ഉള്ളിലൂടെ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പൈപ്പാണ്. അപ്പോൾ ഇതിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് വീണ്ടും ഉള്ളിലോട്ട് തന്നെ വരുന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ മുകളിലൊരു റബ്ബറിൻ്റെ ട്യൂബ് കട്ട് ചെയ്തിട്ട്, ടയറിലെ ട്യൂബ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കും. ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതിൽ വെള്ളം മാറ്റി അത് നേരെ പുറത്തോട്ട് തന്നെ ഒലിച്ചിറങ്ങിക്കോളും. നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ സിലിക്കോണൊക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ പഴയ നമ്മുടെ കമ്പനി വരുന്ന പൈപ്പ് കൂടി ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വെള്ളം പോകണം. നമ്മൾ ഒലിച്ചിറങ്ങി കഴിഞ്ഞാലും ആ റബ്ബറിൽ തട്ടി നേരെ താഴത്തോട്ട് തന്നെ പോയിക്കോളും. ഉള്ളിലോട്ട് വരുന്നതില്ല, കംപ്ലീറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്നത് നോക്കണ്ട. നമ്മളിങ്ങനെ വണ്ടി റൺ ചെയ്യുമ്പോഴും പിന്നെ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് കാറ്റടിച്ചിട്ട് ഈ വെള്ളത്തിനെ അങ്ങോട്ട് തള്ളും. അപ്പോഴാണ് മെയിനായിട്ട് ബോഡിയുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തോട്ട് വരുന്നത്.